ഹായ് വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഈ സ്നാക്ക് തയ്യാറാക്കിയെടുക്കുന്നത് പഴവും ഗോതമ്പ് പൊടിയും ചേർത്തിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 6 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത് നല്ല മധുരമുള്ള പഴമാണ് ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ഈ പഴം ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പഴമൊക്കെ തൊലി കളഞ്ഞ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒരു ഫോർക്ക് എങ്ങനെ വെച്ചിട്ട് ഉടച്ചെടുക്കണമെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കട്ടയൊന്നും ഇല്ലാണ്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഈ പഴമൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ടായിരുന്നു. അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ എടുക്കുന്ന ശർക്കരയിൽ കരടും അഴുക്കൊക്കെ ഉള്ളതാണ് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ഉരുക്കിയെടുക്കുമ്പോൾ അധികം വെള്ളം പോലെ ആവരുത്, അത്യാവശ്യം നല്ല കട്ടിയുള്ള ശർക്കരപ്പാനി ആയിരിക്കണം. ഞാനിത് എപ്പോഴും എടുക്കാറുള്ള ശർക്കരയാണ്. അപ്പോൾ ഇതിലങ്ങനെ തരിയൊന്നും ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ് ഞാനിത് പൊടിച്ചെടുത്തത്. തരി ഉണ്ടെന്നെങ്കിൽ എന്തായാലും അരിച്ചിട്ട് തന്നെ എടുക്കണം. മധുരത്തിൻ്റെ അളവ് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്കൊരു 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങയും ഞാനിതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ചേർക്കുമ്പോൾ വെള്ളം അധികം ആവരുത്, കുറച്ചായിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവുള്ളൂ. ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ ജസ്റ്റ് പിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണത് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ രീതിയിൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്ക് ബാറ്റർ റെഡി ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ട് കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെയും നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഈ രീതിയിൽ നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഗോതമ്പ് പൊടിയും പഴവും ഉപയോഗിച്ചുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് ചെയ്യുന്നത്. ഇട്ടാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കുട്ടികൾക്കായാലും നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്